വെൽക്കം ടു ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1952 മോഡൽ ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 വർഷങ്ങളും ആയിട്ടുണ്ടാവും. പക്ഷേ പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു അസംബ്ലിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ കുറേ സാധനങ്ങൾ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് നമുക്ക് പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് അതിനെ എൻജിനും ഗിയർ ബോക്സും ഒന്ന് ഫ്രെയിമിൽ കയറ്റിയിട്ട് വെക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സാധനങ്ങൾ. ഇത് ഇന്ത്യയിലേക്ക് അയച്ച ആദ്യത്തെ റോയൽ എൻഫീൽഡിൻ്റെ ബാച്ചിൽ വരുന്നൊരു വണ്ടിയാണിത്. ഫുള്ളി ഒറിജിനലായിട്ട് സാധനങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തപ്പോൾ വണ്ടി വാങ്ങുന്ന സമയത്ത് അത്ര ഒറിജിനാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ മാക്സിമം ഒറിജിനാലിറ്റിയിൽ ഞങ്ങളതിനെ പാർട്സ് എല്ലാം കളക്ട് ചെയ്ത് വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും എല്ലാം മാക്സിമം ഞങ്ങൾ നട്ട് ബോൾട്ട് അതിൻ്റെ ഒറിജിനലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ സാധനങ്ങൾ. നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് അതിൻ്റെ എൻജിൻ നോക്കാം. മാഗ്നറ്റോ എൻജിനാണ്, ഒറിജിനൽ എൻജിനാണ്. ഹെഡ് സിലിണ്ടർ എല്ലാം ഫുള്ളി ഒറിജിനലായിട്ടുള്ള എൻജിനാണ്. ഇതിൻ്റെ ഈ പൈപ്പ് പോലും ഓയിൽ പൈപ്പ് ടീ പൈപ്പ് പോലും ഒറിജിനലാണ്. അത് കുറച്ച് ഷേപ്പ് പോയപ്പോൾ ഒന്ന് ഇവിടെ രണ്ടാമത് വെൽഡ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ അടുത്ത് പുതിയ ഓയിൽ പൈപ്പ് ഉണ്ട്. പിന്നെ കാണാം ടൈമിംഗ് കവർ കാണാം. എംബോസിംഗ് ഉള്ള ടൈമിംഗ് കവറാണ്. മാഗ്നറ്റോ ഉണ്ട്. മാഗ്നറ്റോ സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒറിജിനൽ 52 ഗിയർ ബോക്സ് നമുക്ക് കാണാം. എസ് ന്യൂട്രൽ ലിവർ, ഗിയേഴ്സ് എല്ലാം അതിന് എംബോസിങ് കാണാൻ പറ്റും. നമുക്ക് ക്ലീൻ ചെയ്യണം മൊത്തം എൻജിൻ. ഞങ്ങൾ എൻജിൻ വർക്ക് ചെയ്താണ്, പിന്നെ അത് അഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു എൻജിൻ. അപ്പോൾ ഇനി എൻജിനിൽ വർക്കൊന്നുമില്ല, അങ്ങനെ എടുത്ത് കയറ്റിയാൽ മതി. പിന്നെ അതിന് ഒറിജിനൽ ഗിയർ ലിവർ കാണാം. ഗിയർ ബോക്സിൻ്റെ ഔട്ടർ കവറിൽ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ഗിയർ ബോക്സ് ഔട്ടർ കവർ നമുക്ക് മാറ്റണം. ക്ലച്ച് കവർ കാണാം. ഒറിജിനൽ ക്ലച്ച് കവറാണ്, മാഗ്നറ്റോ ക്ലച്ച് കവറാണ്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ബോട്ടം ട്യൂബ്സ് ആണ് ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ വണ്ടിയിൽ വരുന്ന അലുമിനിയാണ്, ഇത് ഒറിജിനൽ ഇരുമ്പാണ്. ഇതിന് 2 ട്യൂബുകളും വരുന്നത്. ഇത് അതിൻ്റെ മഡ് ഗാർഡ് സ്റ്റേ ഫിക്സ് ചെയ്യുന്ന ക്ലാമ്പാണ്. അതെല്ലാം ഈ വണ്ടിയിൽ ഒറിജിനലാണ്. ഒറിജിനലായിട്ടുള്ള ക്ലാമ്പ് എല്ലാം വണ്ടിയിൽ നമുക്ക് വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്ക് ഹാഫ് ഫിറ്റ് ഹബ്ബാണ്. ഒറിജിനൽ ഹബ്ബും ഒറിജിനൽ ഇംഗ്ലണ്ട് റിമ്മാണ്. സ്പോക്സ് എല്ലാം ഒറിജിനലാണ് വണ്ടിയിൽ. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ നമുക്ക് ഡൺലപ്പിൻ്റെ 350-19 ഇഞ്ചിൻ്റെ ടയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഓൾഡ് സ്റ്റോക്ക് ടയറാണ്. കറക്റ്റ് ഈ വണ്ടിയിൽ വരുന്ന ടയറാണ്. ഡൺലപ്പിൻ്റെ ടയർ നമുക്കിപ്പോൾ അധികം കിട്ടാറില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് വീലും നമുക്ക് ഒറിജിനൽ ഇംഗ്ലണ്ട് റിമ്മാണ്. സ്പോക്സ് അതുപോലെ ഹബ്ബ് എല്ലാം ഒറിജിനലായിട്ടുള്ള റിമ്മാണ്. ഒന്ന് ക്ലീൻ ചെയ്യണം എല്ലാം. പിന്നെ അതിൻ്റെ ചേസസ് നമുക്ക് കാണാം. യു ഫ്രെയിമാണ്. അതും കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് ചേസാണിത്, വെൽഡിങ് ചേസ് അല്ല. പ്രത്യേക ടൈപ്പ് ചേസാണ്. കുറച്ച് ടേപ്പേർഡായിട്ട് വരും അതിൻ്റെ ചേസ് റെയിൽ. ഒറിജിനൽ ചേസസ് ആണ്. ഇതെല്ലാം അതിൻ്റെ എൻജിൻ ബിഡിങ് പ്ലേറ്റും സെൻറ്റർ സ്റ്റാൻഡ് പ്ലേറ്റും ക്ലാമ്പുകളും ചെയിൻ കവർ ക്ലാമ്പ് അതുപോലെ ഹാഫ് മഡ് ഗാർഡിൻ്റെ ക്ലാമ്പ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡാണ്, ഒറിജിനൽ അലുമിനിയം സ്റ്റാൻഡാണ്. ഇതൊന്നും പിന്നെ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഒറിജിനൽ സ്റ്റാൻഡാണ്, വെൽഡിങ് ഇല്ലാത്ത സ്റ്റാൻഡാണ്. സാധാരണ ബേസ് നമുക്ക് വെൽഡ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷേ ഇതിൽ അത്യാവശ്യം തിക്നെസ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇതാണ് 52 ഒറിജിനൽ എയർ ഫിൽറ്ററാണ്. കുറച്ച് നീളം കൂടിയ ടൈപ്പ് എയർ ഫിൽറ്ററാണ്. അതിൻ്റെ ഹാഫ് മഡ് ഗാർഡ് അതുപോലെ ചെയിൻ കവറും കുറച്ച് ഷേപ്പിൽ ചെറിയ വ്യത്യാസം വരുന്ന ടൈപ്പ് ചെയിൻ കവറാണ്.
കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതും ഒറിജിനൽ ചെയിൻ കവറാണ് വണ്ടിയിലുള്ളത്. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ ബ്രേക്ക് പെഡലുണ്ട്. ഫുൾ കവർ ഷോക്കപ്പ് നമുക്ക് കാണാം. ഗബ്രിയലിൻ്റെ ഇതിൽ എഴുത്തുണ്ടായിരുന്നു, അത് പെയിൻറ്റിൽ കാണാതായിപ്പോയി. ചെറിയ ഫുഡ് റെസ്റ്റുകളുണ്ട്. പിന്നെ വണ്ടിയുടെ സ്വിംഗ് ആമും പ്രത്യേക ടൈപ്പ് സ്വിംഗ് ആമാണ്. ടേപ്പേർഡായിട്ട് വരുന്ന ചെറിയ സ്വിംഗ് ആമാണ്. ഫിക്സിങ് കാണാം, കാസ്റ്റിംഗ് ആണ് വരുന്നത്. കാസ്റ്റിംഗ് ടൈപ്പ് സ്വിംഗ് ആമാണ് വരുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്പറൊക്കെ കാണാം, അതൊക്കെ പെയിൻറ്റിൽ പോയിരിക്കുകയാണ്. ടേപ്പേർഡായിട്ട് വരുന്ന ഒറിജിനൽ 52 സ്വിംഗ് ആമാണ്. പിന്നെ ഫ്ലാറ്റ് ടൂൾ ബോക്സ് ആണ്, ഒറിജിനൽ ടൂൾ ബോക്സ് ആണ്. ചെറുതായി വരും, വളരെ തിന്നായിട്ട് വരുന്ന ടൈപ്പ് ടൂൾ ബോക്സ് ആണ് വണ്ടിയിലുള്ളത്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് കാണാം, ഒറിജിനൽ ലൂക്കാസിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഒരു പാർക്കിംഗ് ലൈറ്റ് കൂടി പ്രൊവൈഡ് ചെയ്ത ടൈപ്പ് ഹെഡ്ലൈറ്റാണ്. അതും ഒറിജിനൽ നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് അസംബ്ലി. ഇത് ഡാമ്പറുള്ള ടൈപ്പാണ്. ഡാമ്പർ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തില്ല, കാരണം ഡാമ്പറിൻ്റെ കറക്റ്റായിട്ട് ഇപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനെ പെയിൻറ്റ് ചെയ്യാണ് ചെയ്തത്. ഒറിജിനൽ ഡാമ്പർ വരുന്ന വണ്ടിയാണത്. കാണാം, ഡാമ്പർ നോബ് നമുക്ക് ഒറിജിനൽ ഡാമ്പർ നോബാണ്. ഇത് അതിൻ്റെ കുറേ ഫിക്സിങ്ങിനുള്ള നെറ്റ് ബോൾട്ട് സാധനങ്ങളാണ്. എല്ലാ മാക്സിലും ഞങ്ങൾ ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഫൈൻ ത്രെഡുള്ള സാധനങ്ങൾ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു വളരെ യുണീക്കായിട്ടുള്ള സാധനം. ഈ മോഡലിൽ മാത്രം വരുന്ന ഫ്ലവർ ടൈപ്പ് നെട്ടാണ് ഇതിൻ്റെ സ്വിംഗ് ആം സ്റ്റഡിൽ വരുന്നത്. കുറച്ച് കട്ടി കൂടിയ ടൈപ്പാണ്. അപ്പോൾ ഇതും നമ്മുടെ കയ്യിലുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് നെട്ട് ബോട്ടുകളൊന്ന് പ്ലേറ്റ് ചെയ്യാനുണ്ട്. തൽക്കാലം ഒന്ന് എൻജിൻ ഫ്രെയിമിൽ കയറ്റി വയ്ക്കാനുള്ള ഒരു കാര്യത്തിലാണ് നമ്മളിപ്പോൾ. പിന്നെ ഈ വണ്ടിയുടെ ഫുഡ് റെസ്റ്റ് നമുക്ക് കാണാം. ഫോൾഡിങ് ടൈപ്പ് ഫുഡ് റെസ്റ്റാണ് ഇതിന് വരുന്നത്, രണ്ട് സൈഡ്. അപ്പോൾ അതുപോലെ കട്ടായിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ടാങ്ക് കാണാം. ടാങ്കും കുറച്ച് നീളം കൂടിയ ടൈപ്പ് ടാങ്കാണ്. ഒറിജിനൽ 52 ടാങ്കാണത്. കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ടാങ്കാണ്. ഞങ്ങൾ ഒരുപാട് തിരഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ടാങ്ക് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. ഒന്ന് എൻജിൻ ഫ്രെയിമിൽ കയറ്റി നമുക്കതിനെ തൽക്കാലം സ്ഥലം ഒന്ന് സേവ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വർക്ക് വണ്ടിയിൽ ചെയ്യാനുണ്ട്. ഇപ്പോൾ 20% വർക്കാണ് ഇപ്പോൾ ആയിട്ടുള്ളൂ. ഇനിയും വണ്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. മഡ് ഗാർഡുകൾ പാച്ച് ചെയ്യണം, പിന്നെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യണം മഡ് ഗാർഡുകളൊക്കെ. അപ്പോൾ ആ പണിയൊക്കെ പെൻഡിങ്ങിലാണ്. ഓരോ പണികളായിട്ട് മെല്ലെ മെല്ലെ ചെയ്യാനുള്ളൊരു കാര്യത്തിലാണ് നമ്മളിപ്പോൾ.